ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ സുഖമാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു. ഉണ്ണികളൊക്കെ സ്കൂളിൽ പോയി. അപ്പം ഞാൻ അടുത്ത എൻ്റെ മോർണിംഗ് പണിയിലേക്ക് കിടക്കുകയാണ്. ബീൻസും കോവയ്ക്കും. അപ്പം ഞാൻ ഇതിൽ ബീൻസ് ഒന്ന് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. കോവയ്ക്കേനെ മാറ്റി വെച്ചിട്ട് ബീൻസ് ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. എന്തായാലും ബീൻസിനെ ഓരോന്നായിട്ട് ഞാൻ പറക്കി മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഈ എന്താ പറയുക, ബീൻസിനല്ല കോവയ്ക്കേനെ മാറ്റി വെക്കുകയാണ്. ഇനി ബീൻസിനെ മാത്രമാക്കി എടുത്തിട്ട് ഇതിൻ്റെ കടയും തലയും കളയണ ഒരു പരിപാടിയുണ്ട്, അത് ചെയ്യണം. ചിലവർ ഇതിനിങ്ങനെ ചില ബീൻസിനിങ്ങനെ അതിൻ്റെ തലയും ഇത് കളയുമ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കാൻ ഒരു നാര് പോലെ അങ്ങോട്ട് കിട്ടും. പക്ഷേ ഇതിനങ്ങനെ അധികമൊന്നും ഉണ്ടായില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ കടയും തലയും ചെത്തി കളയാൻ പറ്റുന്ന രീതിയിൽ ആയിരുന്നു അത്. പിന്നെ സാധാരണ നമുക്ക് വെള്ള ബീൻസിൽ കിട്ടാറ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ പച്ചക്കറിക്കാരെ ഈ കടും പച്ച കളറുള്ള ബീൻസാണ് കൊടുക്കുന്നത്. ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കി വെക്കാം, വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ കടയും തലയൊക്കെ ഇങ്ങനെ ഓരോന്നിൻ്റെ ആയിട്ട് മാറ്റി വെച്ചു കൂട്ടാം. ഇനിയാണ് ഞാൻ കഴുകുക. ചിലവർ കടയും തലയും കഴുകണേക്കാൾ മുന്നേ ബീൻസ് കഴുകിയിട്ടാണ് അത് ചെയ്യുക. പക്ഷെ ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തലയും കടയും കളഞ്ഞതിന് ശേഷം ഇതിനെ നന്നായി വെള്ളമൊഴിച്ച് ഇങ്ങനെ കഴുകിയെടുത്ത് ഇതേപോലെ നമ്മൾ പച്ചപ്പയർ അരിയണ പോലെ അല്ല കേട്ടോ, നല്ല കനം കുറച്ചിട്ട് വേണം ബീൻസ് അരിയണമെങ്കിൽ. അതിനെല്ലാത്തിനും ഇങ്ങനെ ഒരു 4-5 പിടി അല്ലെങ്കിൽ അങ്ങനെ ഓരോ 4-5 ആയിട്ടോ അല്ലെങ്കിൽ ഒരു 6-8ഒക്കെ ഓരോ പിടിയായിട്ട് വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ആ ബീൻസ് മൊത്തം ഉണ്ടായിരുന്നു ഞാൻ അരിഞ്ഞു. ഏകദേശം ഒരു 1/2 കിലോ ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തം ഞാൻ ഇതേപോലെ ചെറുതാക്കിയിട്ട്, ഞാൻ അരിയണമെന്ന് നോക്കണ്ട, വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഞാൻ അരിഞ്ഞ് ചീന്തിട്ടി വെച്ചു. ഞാൻ കൂടുതലും ഉപ്പേരി സാധനങ്ങൾ ഉണ്ടാക്കുക വെളിച്ചെണ്ണയിലാണ്. അതേപോലെ മീൻ കൂട്ടാനൊക്കെ കാച്ചില്ലേ, അതൊക്കെ ഞാൻ കൂടുതലും വെളിച്ചെണ്ണയിലാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ വറ്റമുളക് ചതച്ചതും പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില അത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനത് ഇതേപോലെ എന്തൊരു ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബാക്കി കൂടുതലാണെന്ന് തോന്നി. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവ് ഇത്തിരി കുറവായിട്ട് തോന്നിയിരുന്നു. കാരണം എനിക്ക് കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ടില്ല, മുളക് പൊടി കുറച്ചുകൂടി ആഡ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചകുത്ത് പോകണ വരെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ബീൻസിനെ ആഡ് ചെയ്ത് മൂടി വെച്ച അടിപൊളി ഉപ്പേരിയാവും. അപ്പോൾ ഒന്നുകൂടി എന്താ പറയുക, കറിവേപ്പില എനിക്ക് അതിൽ കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കറിവേപ്പില ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല കറിവേപ്പില ഉണ്ടായിരുന്നു. കറിവേപ്പില ബോക്സിൽ നിന്ന് ഒരു പിടി കറിവേപ്പില ഇട്ടു. അത് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അരിഞ്ഞ് വെച്ച ബീൻസൊക്കെ വെള്ളം മാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബീൻസ് അതിലേക്ക് ചെരിഞ്ഞു കേട്ടോ. ഇനി നന്നായിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മുളകും കാര്യങ്ങളും എല്ലാം അതിൽ പിടിക്കണം. എന്നിട്ട് ചെറു തീയിൽ വെച്ച് അടച്ച് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇപ്പോഴാണ് ഞാൻ ആഡ് ചെയ്തത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം തെളിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ എന്തോ ആലോചിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു പോയി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ അത് വറ്റണ വരെ ചെറു തീയിൽ അടച്ച് ഇങ്ങനെ വേവിക്കണം. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചു. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തു. വെള്ളമൊന്നും വറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം വറ്റണ വരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. വല്ലാണ്ട് ഇങ്ങനെ വെന്ത് പോയാൽ ബീൻസ് ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊന്ന് വെന്തോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നും ആയിട്ടില്ല, പകുതി വേവപ്പോലായിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് എന്താ ചെയ്തു, അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഞാൻ തുണി എടുക്കാൻ മോളിക്ക് പോയ താപ്പിലെ തീ കുറച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത് ഗൈസ്. പക്ഷേ ഉപ്പേരി അട്ടപ്പടലം കയ്യിൽ നിന്ന് പോയ പോലെ. ഞാൻ അടുക്കളയിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ ആകെ പുകമയം. ഉപ്പേരി അടിപ്പിടിച്ച് കരിഞ്ഞ അവസ്ഥയിലായി ഗൈസ്. എന്താ ചെയ്യുക, എല്ലാം കയ്യിൽ നിന്ന് പോയ പോലെ. ഉപ്പേരി